മനസ്സിൽ മുഴുവനും സ്വപ്നമാണ്. ആദ്യമായിട്ട് സെമിനാരി പോണതും വീട്ടിൽ ഇത് പറയുമ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതും പെങ്ങൾ എന്ത് പറയും എന്നുള്ളതിനെ പറ്റിയുള്ളൊക്കെ ചിന്തയാണ്. ഒത്തിരി വലിയ സ്വപ്നങ്ങളും ആകാംക്ഷയായിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ കാണുന്നത് അങ്ങനെ ഒത്തിരി അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയല്ല, വളരെ പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഫിലോസഫി പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചന് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയണത്. അത് ലങ് ക്യാൻസർ ആയിരുന്നു. അതിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ അപ്പച്ചൻ കടന്നു പോകുമായിരുന്നു. ഒരു മോൻ എന്നുള്ള രീതിയിൽ ഞാനല്ല എൻ്റെ അപ്പനെ നോക്കേണ്ടത്, എൻ്റെ കുടുംബത്തെ ഈ സമയത്ത് ഓടി നടന്ന് നോക്കേണ്ടത് ഞാനല്ലേ. ഒരു വർഷമൊന്നും നീങ്ങിയില്ല, അപ്പച്ചൻ അങ്ങനെ സ്വർഗത്തിലോട്ട് യാത്രയാവാം. എന്താ പറയുക, ഒരു ചങ്ക് പറിക്കുന്നൊരു വേദന തന്നെയായിരുന്നു. കാരണം അതിനുശേഷം എൻ്റെ അമ്മയും പെങ്ങളും വീട്ടിൽ ഒറ്റക്കാണേ. റെറ്റിനിറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയുന്ന ഒരു വളരെ റെയർ ആയിട്ടുള്ളൊരു രോഗം അങ്ങനെ എൻ്റെ കണ്ണിൽ ഡയഗ്നോസ് ചെയ്ത് ഒരു കഴുതയുടെ പുറത്ത് ഇരിക്കണ ഈശോയുടെ ഒരു ചിത്രമാണ്. അതെ, ഞാൻ കഴുതയാണ്, എൻ്റെ മുകളിൽ ഈശോ ഉണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ കുറവുകൾ എനിക്ക് ഒരു പ്രശ്നമല്ല. എനിക്ക് എന്ത് കുറവുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് രോഗങ്ങളുണ്ടെങ്കിലും എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചതെങ്കിൽ അവൻ എന്നെ കൈപിടിച്ച് നടത്തുമെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ദേവസി വർഗീസ്. ഞാനൊരു കപ്പൂച്ചിൻ വൈദികനാണ്. സെന്റ് തോമസ് കപ്പൂച്ചിൻ പ്രൊവിൻസിലെ അംഗമാണ്. 2024 നവംബർ 14 ആയിരുന്നു എൻ്റെ തിരുപ്പട്ടം. ഞാൻ ജനിച്ചത് എറണാകുളത്താണ്. എൻ്റെ വീട് എറണാകുളത്തുള്ള വൈറ്റിലയ്ക്ക് അടുത്ത് പൊന്നുരുന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങള് പുറത്ത് UK പഠിക്കുകയാണ്. പിന്നെ എൻ്റെ അപ്പച്ചൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പച്ചൻ സ്വർഗത്തിലോട്ട് യാത്രയായിട്ട് ഇപ്പോൾ ഒരു 5 വർഷം ആകാണ്. നമുക്കറിയാലോ, ഏതൊരു ദേവുളിയുടെയും തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. അങ്ങനെ നോക്കിയാൽ എൻ്റെ വിശ്വാസത്തിന്റെയും എൻ്റെ ദേവുളിയുടെയും ഒക്കെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ വീട് തന്നെയാണ്. ഈ ചെറുപ്പം മുതലേ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് വലിയ പഠിപ്പൊന്നുമില്ല കേട്ടാ, വലിയ കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പറയാതെ അവർ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നീ മുറുകെ പിടിക്കേണ്ടത് നിന്റെ ദൈവത്തെയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിന്റെ ദൈവത്തിനാണെന്നാണ് പറഞ്ഞു തന്നേക്കണേ. ഈ ചെറുപ്പത്തിലൊക്കെ അമ്മച്ചി ഓടിച്ച് പള്ളി വിടുമായിരുന്നു. രാവിലെയൊക്കെ ഞായറാഴ്ചയൊക്കെ എഴുന്നേപ്പിച്ച് മടി പിടിച്ച് കിടക്കണ എന്നെ എഴുന്നേപ്പിച്ച് പള്ളിയിലോട്ട് വിടുമായിരുന്നു. പിന്നെ ഈ സൺഡേ ക്ലാസ്സിന്റെ എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ല, കുറെ റഫ് പേപ്പർ എടുത്തിട്ട് ഇരുന്നങ്ങ് എഴുതിപ്പിച്ച് ഇങ്ങനെ പഠിപ്പിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അമ്മച്ചിക്ക് എന്താണ് ഭ്രാന്താണിത്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ മനസ്സിലാക്കുകയാണ്, എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. എടാ, നീ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, നീ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് നിന്റെ ദൈവത്തെയാണ്. അങ്ങനെ നീ സീരിയസ് ആയിട്ട് എടുത്താലും നിന്നെയും ദൈവം സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് എൻ്റെ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ അപ്പനും അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തില് ഒരു വീട് നമ്മുടെ പള്ളിയെ പറ്റിയോ അല്ലെങ്കിൽ അച്ഛന്മാരെ പറ്റിയോ ഒന്നും ഒരു കുറ്റം പോലും പറയാനായിട്ട് സമ്മതിക്കൂലായിരുന്നു. അത്രയ്ക്ക് എന്താ പറയാ, അത്രയ്ക്ക് ഈശോയും പള്ളിയൊക്കെ സ്നേഹിച്ച ഒരാളാണ് എൻ്റെ അപ്പനും. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനയും അതൊക്കെ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോയ ദിനങ്ങളായിരുന്നു എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാല്. അങ്ങനെ പഠിച്ച് മുന്നോട്ട് നീങ്ങാതെ ഒരു 6ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് അമ്മച്ചി പറഞ്ഞ്, എടാ നീ ഓൾട്ടർ ബോയ് ആയിട്ടൊന്ന് കയറിക്കൂടെ, അൽത്താരവാലനായിട്ടൊന്ന് കയറിക്കേ, അവിടെ നിന്ന് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ആ സമയത്ത് ഞാൻ കുടുംബ കൂട്ടായ്മയിലൊക്കെ പോകുമ്പോഴത്തേക്കും അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അവിടെ ചെന്ന് വചനം പഠിക്കാനും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു സാരാംശങ്ങൾ പങ്കുവെക്കാനും ബൈബിൾ ക്യൂസിന് പങ്കെടുക്കാനും അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോ ഇത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ് ശരിയാണ്, അൽത്താര കയറിയേക്കാം, അൽത്താരവാലനായിട്ട് കയറാം എന്നൊക്കെ പറഞ്ഞ് അവിടെ അൽത്താരയിലോട്ട് കാലെടുത്ത് വെച്ച് ഓർക്കുന്നുണ്ട്. അന്ന് അവിടുത്തെ കപ്പ്യാരായിരുന്നു നമ്മുടെ വർഗീസേട്ടൻ പറഞ്ഞായിരുന്നു, നീ ഈ അൽത്താര കയറുമ്പോഴത്തേക്കും മനസ്സിലാക്കണം, ഈ അൽത്താരമാലന്മാരെന്ന് പറയുന്നതല്ല, മാലാകമാരാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ സ്തുതികൾ പാടുന്ന മാലാകമാരാണ്. അപ്പൊ ഏറ്റവും മനോഹരമായിട്ടായിരുന്നു അങ്ങനെ അൽത്താരയിൽ ഞങ്ങൾ നിന്നതും. അവിടെ അൽത്താരയോട് ചേർന്ന് അല്ലെ, നമ്മൾ ബലിപീഠത്തോട് ചേർന്ന് മക്കളെ വളർത്താന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ അപ്പയും അമ്മയൊക്കെ ബലിപീഠത്തോടെ എന്നെ ചേർത്ത് നിർത്താനായിട്ട് ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും അവിടുത്തെ വന്ന ഓരോ വികാരിയച്ഛന്മാരെയും കൊച്ചച്ഛന്മാരെയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അവരൊക്കെ ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് അച്ഛന്മാര് ദേവിളി ക്യാമ്പുകൾ വരുമല്ല, നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒന്ന് കളിയും ചിരിയൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ആണ് ക്യാമ്പുകൾ വരുന്നത്. അപ്പൊ അച്ഛന്മാര് വളരെ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ ക്യാമ്പിന് വിടും. ഞങ്ങൾ ഒരു 3-4 പേരൊക്കെ ആയിട്ട് എപ്പോഴും ഒരു ക്യാമ്പിന് പോകും, ദേവിളി ക്യാമ്പിന് പോകും.
അവിടെ പോയിട്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അവിടെ ആടിപ്പാടി അവിടേക്ക് ഒന്ന് കറങ്ങി ഒരുമിച്ച് കൂട്ടുപോയിട്ട് പോയിട്ട് തിരിച്ചു വരും. അങ്ങനെയായിരുന്നു പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പത്താം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് എൻ്റെ പള്ളിയിൽ ഒരു അച്ഛൻ വരാണ്. കൊച്ചച്ഛനായിട്ട് വരുന്നത് ജെയിംസ് തുരുത്തിക്കര എന്ന് പറയുന്ന അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ എൻ്റെ അമ്മ പറയാറുമുണ്ട്, എന്താണ് അച്ഛനാകണമെന്നുള്ളതിനെ പറ്റിയൊക്കെ ചെറിയ ചെറിയ വിത്തുകൾ ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട്. അമ്മ ഒത്തിരി അങ്ങ് എന്താ പറയാ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല, നിന്റെ സ്വാതന്ത്ര്യം പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളു. പക്ഷെ എന്നെ ഒത്തിരി സ്വാധീനിച്ചത് ഈ ജെയിംസ് അച്ഛനാണ്. അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ വന്ന്, അച്ഛൻ വെറും ഒരു കുഞ്ഞു ക്യാരി ബാഗായിട്ടാണ് പള്ളിയിലോട്ട് കയറി വരുന്നത്. വള്ളിച്ചിരിപ്പൊക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ട് പെരുമാറുന്ന, വളരെ സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്ത ഒരു അച്ഛനായിരുന്നു. അച്ഛനെ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഒരു വൈദികനായാലോ എന്നുള്ളൊരു മോഹം ശരിക്കും പറഞ്ഞാൽ മനസ്സിലോട്ട് വന്നത്. അങ്ങനെ ആ വർഷത്തെ ക്യാമ്പിന് പോണത് അടിച്ചു പൊളിക്കാനല്ലായിരുന്നു, ശരിക്കും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പക്ഷെ കൂടെ നമ്മുടെ ആടിപ്പാടി നടക്കുന്ന എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും 10ാം ക്ലാസ് കഴിഞ്ഞിട്ടൊരു ക്യാമ്പിന് പോവാണ്. അവിടെ ക്യാമ്പിന് പോയി, ക്യാമ്പൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ അച്ഛന്മാർ ഫോം കൊടുക്കും. അതായത് ആർക്കെങ്കിലും ഒക്കെ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ചേരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ ഫോം വാങ്ങിച്ചു. കൂടെ ഉണ്ടായിരുന്നമാരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി, എടാ ഇത് എന്താണ്, നമ്മൾ ചുമ്മാ അടിച്ചു പൊളിക്കാൻ വന്നതല്ലേ, എന്തിനാണ് ഈ ഫോമൊക്കെ വാങ്ങിച്ചിട്ട് പോണത്? ഞാൻ പറഞ്ഞ് അല്ല ഇരിക്കട്ടെ, ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ്. കാരണം ഇവന്മാരുടെ അടുത്ത് പറഞ്ഞില്ല എനിക്ക് അച്ഛനാകാൻ പോണെന്ന്, കളിയാക്കുമല്ല. അങ്ങനെ ഈ പേപ്പറും വാങ്ങിച്ചോണ്ട് ഈ ഫോമും വാങ്ങിച്ചോണ്ട് ഞാൻ വീട്ടിലോട്ട് പോണേണ്. വീട്ടിലോട്ട് പോണത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ കൂട്ടുകാരന്റെ സൈക്കിളിൽ, അന്ന് സ്വന്തമായിട്ട് സൈക്കിളില്ല, ഇവന്റെ സൈക്കിളിൽ ഇങ്ങനെ പയ്യെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് സൈക്കിൾ വെട്ടി പോവാണ് ഫോമൊക്കെ ആയിട്ട്. മനസ്സിൽ മുഴുവനും സ്വപ്നമാണ്, ആദ്യമായിട്ട് സെമിനാരി പോണതും വീട്ടിൽ ഇത് പറയുമ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതും പെങ്ങൾ എന്ത് പറയും എന്നുള്ളതിനെ പറ്റിയുള്ളൊക്കെ ചിന്തയാണ്. ഒത്തിരി വലിയ സ്വപ്നങ്ങളും ആകാംക്ഷയായിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി പ്രതീക്ഷയുമായിട്ട് ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും വീട്ടിൽ കാണുന്നത് അങ്ങനെ ഒത്തിരി അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ അല്ല, വളരെ പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഈ നമ്മൾ തോണിയിൽ പോയപ്പോഴത്തേക്കും യേശു ശിഷ്യന്മാരും കൂടി പോയപ്പോഴത്തേക്കും ആർത്തിരുമ്പുന്ന കടലും കൊടുങ്കാറ്റും എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാല്. ഒരിക്കലും അനുകൂലമല്ലാത്തൊരു കാലാവസ്ഥ. ഞാൻ ആ ഫോമായിട്ട് വീട്ടിലുള്ള തിരുഹൃദയത്തിന്റെ രൂപമുണ്ട്, അതിന്റെ ഫ്രണ്ടിലോട്ട് ഞാൻ ചെന്നിട്ട് ഞാനിത് രണ്ടായിട്ട് അങ്ങനെ കീറി. എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞ്, ഈശോയെ എപ്പോഴാണോ ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് അനുകൂലമാണത്, എൻ്റെ വീട്ടിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് തീരുന്നത്, അപ്പോൾ നമുക്ക് ഈ ദൈവവിളിയെ പറ്റി ചിന്തിക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും എനിക്ക് എസ്കേപ്പ് ഇടാനുള്ള ഒരു വഴിയായി പോകരുത് ഈ ദൈവവിളി എന്ന് പറയണത്. അപ്പോൾ ആ നിമിഷം ഞാനത് കീറിക്കളഞ്ഞ്. പിന്നെ അതിനെപ്പറ്റി ഒരു ചിന്തയില്ലായിരുന്നു. പിന്നെ എനിക്കൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മുന്നേറുക, എൻ്റെ അപ്പനെയും അമ്മയും പെങ്ങളെയും വീടൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക. അങ്ങനെ ഒരു ഒറ്റ ഫോക്കസ് മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടി. അങ്ങനെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് +1 +2 അഡ്മിഷൻ കിട്ടണത് എറണാകുളത്തെ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലാണ്. അവിടെ പുതിയ പ്രതീക്ഷകളായിട്ട് ഞാനങ്ങ് പോവാണ്. പിന്നെ ഈ ദൈവവിളി അതിനെപ്പറ്റിയൊക്കെ അങ്ങ് മറന്നു കളഞ്ഞു, അതൊക്കെ അങ്ങ് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ച് ഇനി അതൊന്നും വേണ്ട എന്നുള്ള നിലയ്ക്കാണ് പോണേ. കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഞാൻ പറഞ്ഞ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഈ അടുത്തൊന്നും മാറാനായിട്ട് ഒരു സാധ്യതയില്ല. പിന്നെ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു ഒറ്റ മൈൻഡിൽ ആകെ ഒരു കാര്യമുള്ളൂ, നമുക്ക് ആകെ ഒരു ലൈഫുള്ളൂ, അത് ഏറ്റവും നന്നായിട്ട് അങ്ങ് ജീവിക്കുക. വെറുതെ എന്തിനാണ് ഈ സെമിനാരിയിലൊക്കെ പോയിട്ട് നമ്മൾ ജീവിക്കണത്, വെറുതെ അച്ഛനൊക്കെ ആയിട്ട് എന്ത് ആവശ്യം ഇരിക്കണ് എന്നുള്ള ചിന്തയൊക്കെ വരാൻ തുടങ്ങി. പിന്നെ മൈൻഡൊക്കെ മാറി. പിന്നെ സിനിമയുടെ പുറകായി പോക്കുകൾ, സിനിമ കാണാൻ. കാരണം എറണാകുളത്തിന് ഒത്ത നടുക്കാണ് ഈ നമ്മുടെ സ്കൂൾ കിടക്കണത്. അപ്പൊ സിനിമ കാണാനും എല്ലാത്തിനും പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ്. അങ്ങനെ മനസ്സ് അങ്ങനെ ഡീവിയേറ്റ് ചെയ്തു പോയി. പക്ഷെ ഈ +2 ഇരിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് തിരുഹൃദയത്തിന് മുമ്പിൽ വെച്ചിട്ട് ഈശോയോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നില്ല, ലൈഫിൽ ഞാൻ വീണ്ടും ഒന്ന് തീരുമാനിക്കാം ഈ അച്ഛനാവാൻ പോണോന്നുള്ളത്. എപ്പോ എൻ്റെ ഈ ലൈഫിൽ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് വീണ്ടും റീതിങ്ക് ചെയ്യാം. ഞാനത് ഒരിക്കലും ശരിയാവുമെന്ന് വിചാരിച്ച കാര്യമൊന്നുമല്ലായിരുന്നു. പക്ഷെ ഈ +2 സമയത്ത് അതെല്ലാം സോൾവ് ആയി, അതെല്ലാം പരിഹരിക്കപ്പെട്ട്, എല്ലാം അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ. പക്ഷെ അപ്പോഴത്തേക്കൊക്കെ എൻ്റെ മൈൻഡ് അങ്ങ് മാറി. ഇനി ദൈവവിളി ഉണ്ടെങ്കിലും പോകേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു രീതിയിലോട്ട് എത്തി എൻ്റെ ചിന്ത. അങ്ങനെ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് സിയന്ന
കോളേജിലാണ് പോകുന്നത്. എടക്കൊച്ചിയിലുള്ള സിയന്ന കോളേജിലോട്ടാണ് പോണത്. അവിടുത്തെ പ്രൊഫഷണൽ സ്റ്റഡീസ് ആയിരുന്നു ബികോം ട്രാവൽ ആൻഡ് ടൂറിസം എടുത്തത്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓൾറെഡി ഉറപ്പാണ് പ്ലേസ്മെന്റ് ഉണ്ടാവും. പക്ഷേ ഈ ട്രാവൽ ആൻഡ് ടൂറിസം കണ്ടപ്പോഴത്തേക്കും ഈ യാത്രയ്ക്ക് ഇഷ്ടമുള്ള കാരണം അതങ്ങ് എടുക്കാൻ തോന്നി, അതങ്ങ് എടുത്ത്. അങ്ങനെ ഡിഗ്രി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ കൂട്ടുകാർ, പുതിയ സ്ഥലം, പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ സ്വപ്നങ്ങൾ, അങ്ങനെ വളരെ വർണ്ണശബളമായിട്ടുള്ള ഒരു കോളേജ് ലൈഫിനെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയിൽ വെച്ചിട്ടാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സിറിയക്ക്, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ കാരണം എൻ്റെ എല്ലാ സമയത്തും ഇവൻ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ സന്തോഷത്തിലും എൻ്റെ ദുഃഖത്തിലും, അല്ലെങ്കിൽ എൻ്റെ എല്ലാ സീക്രറ്റും അറിയുന്ന, അല്ലെങ്കിൽ അവൻ്റെ എല്ലാ സീക്രറ്റും അറിയാവുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ വീട്ടിലെ പ്രഷർ കാരണം ചിറ്റൂര് ധ്യാനിക്കാൻ പോവാണ്, ധ്യാനതിർത്തി പോവാണ്. അപ്പൊ അന്ന് എന്നെ വിളിച്ചതാണ്. നമ്മൾ ഈ വൊക്കേഷൻ ക്യാമ്പിനൊക്കെ പോണ പോലെ നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് പോയാലെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇത് വൊക്കേഷൻ ക്യാമ്പൊന്നും അല്ലല്ലോ, ധ്യാനേന്ദ്രമല്ല, നീ ഒറ്റക്ക് അങ്ങ് പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് ടാറ്റു കൊടുത്ത് വിട്ട്. അവൻ പോയി. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാമല്ല. പക്ഷെ ഇവൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾ നോട്ടീസ് ചെയ്ത് പഴയ ആളല്ല, പിന്നെ അവനൊരു പുതിയ മനുഷ്യനാണ്. എല്ലാ ദിവസവും പള്ളി വന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിൽ കയറണത്, ബൈബിള് വായിക്കണ്, എൻ്റെ അടുത്ത് വന്നിട്ട് അന്നുണ്ടായ എക്സ്പീരിയൻസിനെ പറ്റി പറയണ്. എടാ നീ ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, നീ മാറണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിക്കാൻ തുടങ്ങണ്. അങ്ങനെയാണല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്, എങ്ങനെയാണല്ല എന്തെങ്കിലും നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് അങ്ങനെ കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമാണല്ല. അത് കാരണം ഇവൻ വന്നിട്ട് അപ്പത്തൊട്ട് പറയാൻ തുടങ്ങി, നീ ഉടനെ ഒരു ധ്യാനത്തിന് പോകണം, ചിറ്റൂർ ഇപ്പൊ തന്നെ പോകണം. ഞാൻ പറഞ്ഞ്, അത് നടക്കണ കേസൊന്നുമല്ല, നിനക്ക് സംഭവിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കോട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം, എനിക്ക് ഇത്ര നന്നാവലൊക്കെ മതി. അവൻ്റെ ഒരു 3-4 മാസം എൻ്റെ പുറകെ നടങ്ങ്. ഞാൻ പറഞ്ഞ് പറ്റൂലെന്ന് പറഞ്ഞ് അവനങ്ങ് ഒഴിവാക്കി വിട്ട്. പക്ഷേ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി, അല്ല ഈ പോണ പോക്ക് പോയാൽ ശരിയാവത്തില്ല, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണം, ലൈഫ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ അവനോട് ചോദിച്ചു, എടാ സമയമാണെന്ന് തോന്നുന്നുണ്ട്, ഒന്ന് ചിറ്റൂര് ധ്യാനിക്കാൻ പോയാലോ? അപ്പോൾ അവൻ പറഞ്ഞ് ധൈര്യമായിട്ട് പോരും. അങ്ങനെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ചിറ്റൂര് ധ്യാനിക്കാൻ പോയി. ഒത്തിരി ആഗ്രഹമായിട്ടാണ് പോയത്. നമ്മൾ എന്തിനു പോകുമ്പോൾ നമുക്കൊരു ആഗ്രഹം വേണമല്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് ലൈഫിൽ ഗെയിൻ ചെയ്യണമെന്നല്ലേ. അപ്പോൾ ഒത്തിരി ആഗ്രഹമായിട്ടാണ് പോണേ. അങ്ങനെ പോയി ധ്യാനം കൂടി. ആ ധ്യാനം എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ സംഭവിച്ച, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒത്തിരി ടേണിംഗ് പോയിന്റിലോട്ട് തന്നെ നയിച്ച ഒരു ധ്യാനമായിരുന്നു. ഞാനങ്ങനെ പോയി ധ്യാനം കൂടി. അവിടുത്തെ ക്ലാസ്സുകളും അല്ലെങ്കിൽ കൊന്തയും അല്ലെങ്കിൽ എല്ലാ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സസൈസുകളും ഒക്കെ വളരെ മനോഹരമായിട്ട് ഞാൻ കൂടി. അന്ന് എന്നെ സ്പർശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മതിലുകൾ വരെ നമ്മളോട് സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ, മതിലുകൾ വരെ വചനം സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതുപോലെയായിരുന്നു ചിറ്റൂര് ധ്യാനത്തിലെ മതിലുകളാണ് എന്നോട് വചനം സംസാരിച്ചത്. അവിടെ ഇങ്ങനെ കുറെ ബൈബിൾ വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കൈ കഴുകുന്ന ഒരു സ്ഥലമുണ്ട്, വെള്ളമൊക്കെ കുടിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അതിന്റെ മുകളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം. ഈ വചനം ഞാൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് ആ സമയത്ത് ഇത് വായിച്ചപ്പോഴത്തേക്കും എന്റെ മനസ്സിലോട്ട് തന്നെയാണ് എന്തോ ഇങ്ങനെ തറഞ്ഞു കയറുന്ന പോലെയാണ്. അങ്ങനെ എന്തോ ഇങ്ങനെ തറഞ്ഞു കയറിയിട്ട് അങ്ങ് പറഞ്ഞു പോണില്ല, ഇതിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഈ വചനമൊക്കെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തണമെന്ന് പറയുന്ന പോലെ അല്ലെ. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നിട്ട് മാലാക പറഞ്ഞപ്പോഴത്തേക്കും പറയണ്ടല്ല, അവൾ വളരെ അസ്വസ്ഥയാന്ന് പറയുന്നുണ്ട്. അല്ലെ, ഈ ബൈബിള് ഡിസ്റ്റർബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആ വാക്യം അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. അന്ന് രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റണില്ല. ലൈഫിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ റിവൈൻഡ് അടിച്ചു വരികയാണ്, ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം എന്നെ കൈപിടിച്ച് നടത്തിയത്, നിന്നെ പരിപാലിച്ചത്, നിന്നെ ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോയത്, ഇത്തരം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ നീ പോയപ്പോഴും ദൈവം നിന്നെ കരുതിയത്, ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വരെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോ മനസ്സിൽ ചെറിയൊരു മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ ഒന്ന് ജീവിച്ചാൽ പോരാ, കുറച്ചും കൂടി നന്നാവണം, ബെറ്റർ ആയിട്ട് ജീവിക്കണം, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കണം, നന്നായിട്ട് കുമ്പസാരിച്ച് ഇനി ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഒരു പുതിയ സൃഷ്ടിയായിരിക്കണം എന്നൊക്കെ ഉള്ള തീരുമാനമൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ വളരെ മനോഹരമായി കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് ഒരു പുത്തൻ ഉണർവോടുകൂടിയാണ് ഞാൻ ആ ധ്യാനത്തിൽ നിന്ന് തിരിച്ചു വരുന്നത്. അങ്ങനെ ആ ധ്യാനം എന്നെ അടിമുടി അങ്ങ് മാറ്റിമറിച്ചെന്ന് വേണം പറയാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് പുതിയൊരു ലൈഫ് അങ്ങ് തുടങ്ങുകയാണ്. വീണ്ടും കോളേജിലോട്ട് തന്നെയാണ് പോണത്. പക്ഷെ മനസ്സിൽ ഒത്തിരി പുതിയ തീരുമാനങ്ങൾ എടുത്ത്, ഇനി ഇങ്ങനെയൊന്നും പോയാൽ പോരാ, ഇത്ര നാളും ജീവിച്ച പോലെയൊന്നും പോയാൽ പോരാ,
ഇനി കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കണം, പള്ളിയിൽ പോകണം, കുർബാനയിലേക്ക് നന്നായിട്ടൊന്ന് പങ്കുകൊള്ളണം, സന്ധ്യാപ്രാർത്ഥന ഒന്നും മുടക്കാതെ അങ്ങനെ ഒരു പുത്തൻ ജീവിതം തുടങ്ങണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ടെത്തി. അപ്പോഴും എന്റെ മനസ്സിലൊന്നുമില്ല എന്ത് അച്ഛനാവാൻ പോണമെന്നൊന്നും. അല്ലേ, എന്തിനാണ് അച്ഛനാവാൻ പോണേ, നന്നായിട്ട് ജീവിച്ചാൽ പോരെ. നന്നായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ചാലും നമുക്ക് ജീവിക്കാലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോഴും ഈ ഒരു ദേവിളിയുടെ ഒരു എന്താ പറയാ, മനസ്സിലിങ്ങനെ ഒരു ഇടയ്ക്കിങ്ങനെ ആരോ പറയുന്ന പോലെ ഉണ്ട്, എടാ ഇങ്ങോട്ടാട്ടാ നിന്റെ വിളി. അപ്പോഴും ഞാൻ അങ്ങനെ ഞാൻ എന്താ വലിയ ഗൗനിക്കാതെ ഞാനങ്ങ് പറയാണ്, അല്ല ഇതൊന്നും അല്ല, അതെ ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം, അല്ലാതെ നിന്നെ എനിക്ക് പ്രഘോഷിക്കാലോ, അല്ലാതെ നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും അതിനെ സ്വയം അങ്ങ് മറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോണ്. ഇതിനിടയിൽ വെച്ചിട്ടാണ് എൻ്റെ ഈ കൂട്ടുകാരൻ സിറിയക്ക്, അവന് വലിയ ആഗ്രഹം, അവനൊരു അച്ഛനാകാൻ പോണം. പിന്നെ അവൻ അതിന്റെ ഒരു സെർച്ചിലായിരുന്നു. ഒത്തിരി കോൺഗ്രിഗേഷൻസ് അവനെ തേടി വരുന്നു, അവന് കുറെ ക്യാമ്പിന് പോയി പങ്കെടുക്കുന്നു, കുറെ ദേവിവിളി ക്യാമ്പുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ എൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു, ഓക്കെ നല്ല കാര്യമാണ്, നീ പോയിക്കോ, നല്ലതാന്നൊക്കെ പറഞ്ഞു. അവസാനം അവൻ കപ്പൂച്ചിൻ സഭയുടെ ഒരു ദേവിവിളി ക്യാമ്പിന് പോവാണ്. സീറോ മലബാർ റീത്തിലുള്ള കപ്പൂച്ചിൻ സഭയുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കണത്. കാരണം ലാറ്റിൻ കപ്പൂച്ചിൻസ് എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. ഇവനാണ് എന്നോട് ഇതിനെ പറ്റിയൊക്കെ പറയണത്. അവൻ ആദ്യം ഒരു ക്യാമ്പിന് പോയി, അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്, എന്നിട്ട് അവൻ തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത്, പിന്നെ അവൻ പോണത് അടുത്ത ഫൈനൽ ക്യാമ്പിനോട്ടാണ്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, എടാ ഞാനിവിടെ ചേരാൻ പോവാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചേരാൻ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ആഗ്രഹം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, ഇത്ര നാൾ നമ്മുടെ കൂടെ നടന്നതാണ്, എന്തിനും ഏതിനും ഞാൻ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, അവൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോ ഈ പുതിയ സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കും ഒന്ന് കൂടെ പോകണം, അവന്റെ സ്ഥലമൊക്കെ ഒന്ന് കാണണം, കുറച്ച് ദിവസമെങ്കിലും അവന്റെ ഒപ്പം ഒന്ന് താമസിക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ എന്ത് ചെയ്ത്, എടാ ഞാനും വരാൻ ക്യാമ്പിന്, ഫൈനൽ ക്യാമ്പിന്. അപ്പൊ അവൻ പറഞ്ഞു, എടാ നീ വന്നോ, ഇത് ചേരാനുള്ളവരെയാണ്, നീ അത് ആരടുത്തും പറയതും വേണ്ട, ഇങ്ങനെ ഒരാളും കൂടി വന്നിട്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞ് പോന്നോളൂ. അങ്ങനെ ഞാൻ അവൻ്റെ ഒപ്പം ഈ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ക്യാമ്പിന് വരുന്നത് ബെത്ലഹേം മൈനർ സെമിനാരിലോട്ടാണ്. ഞങ്ങളുടെ ആദ്യത്തെ 3 വർഷങ്ങൾ പഠിക്കുന്നത് അവിടെയാണ്, ചാലക്കുടിയിൽ. അങ്ങനെ ഞാൻ അവിടെ വന്ന് ഫൈനൽ ക്യാമ്പിന് പങ്കെടുത്ത്, അവിടെ ഓരോന്നും എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചായിരുന്നു. അവിടുത്തെ ഓരോ അച്ഛന്മാരുടെയും സിമ്പിൾ ലൈഫ്, അവരുടെ ആ ഒരു ഫെറ്റേണിറ്റി, അവരുടെ ആ ഒരു സൗഹൃദം, അതുപോലെ തന്നെ അവിടുത്തെ ഒരു സിംപ്ലിസിറ്റി, ഇതെല്ലാം എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അതുപോലെ തന്നെ ആ സമയത്തുള്ള ആരാധനയിലും എന്താണ്, വചനത്തിലൂടെ ദൈവനോട് ഒത്തിരി സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ദേവിളിയെ പറ്റിയൊക്കെ എനിക്ക് കറക്റ്റ് ഡൗട്ട് വരുന്ന സമയങ്ങളിലൊക്കെ ദൈവം വചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആരാധന കഴിഞ്ഞ് അവസാനത്തെ ദിവസത്തിൽ ചേരാണ്. ആ സമയത്ത് അവിടെ പുസ്തകമൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്രാൻസിസ് അസീസിയെ പറ്റി ഉള്ള പുസ്തകങ്ങളൊക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട് കുറെ. നല്ല കടുകട്ടി പുസ്തകങ്ങളൊക്കെയാണ് ട്ടാ. അപ്പൊ ഇത്തിരി മടിയുള്ള കാരണം, വായിക്കാൻ ഇത്തിരി മടിയുള്ള കാരണം ഞാൻ എന്ത് ചെയ്തു, ഈ വലിയ പുസ്തകങ്ങളൊന്നും എടുക്കാൻ പോയില്ല. വളരെ ചെറിയൊരു ചിത്രകഥ ഉണ്ടായിരുന്നു, വളരെ കുഞ്ഞു പുസ്തകം. ഞാൻ അതെടുത്തിട്ട് പയ്യങ്ങ് വായിക്കാൻ തുടങ്ങി. ഒറ്റ ഇരിപ്പിന് അത് വായിച്ചു തീർന്നു, കാരണം കുഞ്ഞു പുസ്തകമാണല്ലോ. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയൂലേ, അതുപോലെ ഇരുന്ന് നമ്മൾ ഇത്ര നാളും തേടി നടന്നത് ഈ ലൈഫായിരുന്നല്ല, ഈ ഒരു സ്പാർക്കായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര നാളും തേടി നടന്നത് എന്നുള്ളൊരു ഒരു ആ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അങ്ങനെ ഞാൻ അവിടുത്തെ അച്ഛന്മാരെ പോയി കാണാണ്. ഈ ചേരുന്നതിന് മുമ്പ് നമ്മുടെ കുറെ അച്ഛന്മാരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഓരോരുത്തർ മാറി മാറി പോയി കാണണം. അപ്പൊ അവർ നമ്മുടെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്തിനാണ് ചേരുന്നതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അതൊക്കെ ഒന്ന് മറുപടിയൊക്കെ പറയണം. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരച്ഛൻ്റെ അടുത്ത് മുമ്പിൽ പോവാണ്, ജെയിനച്ഛനാണ്. ജെയിനച്ഛൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയാണ്, അച്ഛൻ എനിക്ക് ഇഷ്ടമാണ് ചേരാനായിട്ട്, ഞാൻ തീരുമാനം എടുത്തു വെച്ചാ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞതാണ്, ബാക്കി എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞത് ഇവിടെ വന്നാലുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്, ഇവിടെ വന്നാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ്, വളരെ മനോഹരമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ അച്ഛൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എടാ ഈ കപ്പൂച്ചി ലൈഫ് എന്ന് പറയുന്നത് സിമ്പിൾ ലൈഫ് അല്ല, ഇത്തിരി ടഫാണ്. നീ ചിലപ്പോൾ ഇവിടെ ചാണകം കോരേണ്ടി വരും, ഇവിടെ പുല്ല് വെട്ടേണ്ടി വരും, ഇവിടെ പാത്രം കഴുകേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും. പറ്റുമെങ്കിൽ വന്നാൽ മതി. ഈ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ അപ്പൊ തന്നെ അങ്ങ് ഉറപ്പിച്ച് ഇങ്ങോട്ട് തന്നെ ഉണ്ട്. കാരണം അച്ഛൻ വളരെ പച്ചയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ്, ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഞാൻ പറഞ്ഞ അച്ഛൻ, ഞാനും തേടി നടക്കുന്നത് ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചറസ് ത്രില്ലിംഗ് ആയിട്ടുള്ള ലൈഫിന് തന്നെയാണ്. അങ്ങനെ അച്ഛനോട് കണ്ട് അവസാനത്തെ അഡോറേഷനിൽ അവിടെ ഈശോയുടെ അടുത്ത് കുറെ നേരം ഇരുന്ന് കുറെ നേരം പ്രാർത്ഥിച്ച്, അവിടെ ഫോമിൽ ഫില്ല് ചെയ്യണത് ആ അഡോറേഷന്റെ സമയത്താണ്, ആരാധനയുടെ സമയത്താണ് അവിടെ എനിക്ക് ചേരണം എന്നുള്ളതിനെ പറ്റിയുള്ള ഫോമൊക്കെ എഴുതണത്. അങ്ങനെ ഒത്തിരി നേരം പ്രാർത്ഥിച്ചിരുന്ന് അങ്ങനെ
ആ സമയത്ത് ഞാൻ വായിച്ച വചനങ്ങളെല്ലാം ഇതിന് ഉതകുന്നതായിരുന്നു. മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള വചനങ്ങളൊക്കെ ആ സമയത്ത് എന്നെ ഇങ്ങനെ ആഴമായിട്ട് സ്പർശിച്ചായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി, എനിക്ക് ചേരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് എഴുതി ഫോമൊക്കെ കൊടുത്തു. അങ്ങനെ കപ്പൂച്ചി സഭയിലോട്ട് ദൈവം എന്നെ തെരഞ്ഞെടുത്ത്. അന്ന് കുറെ ആകലപ്പാടുണ്ടായിരുന്നു. കാരണം വീട്ടില് ഒറ്റ മോനാണ്. ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും, അല്ലെങ്കിൽ എൻ്റെ അപ്പനമ്മേനൊക്കെ ഇനി ഭാവിയിൽ ആര് നോക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞാണ്, ദൈവമേ നിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. എനിക്കറിയാം നീ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കോളൂ എന്ന്. അങ്ങനെ ഇറങ്ങിത്തിരിച്ചാണ്. പിന്നെ ഒരു 12 വർഷത്തെ ഫോർമേഷൻ ഉണ്ട് മുന്നോട്ട്. ഈ ഇത്രയും വർഷമൊക്കെ താണ്ടി പോകുമോ എന്നുള്ളതിന്റെ ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ ഒരു അങ്കലാപ്പൊക്കെ ആയിട്ടാണ് ഞാൻ വീട് വിട്ട് ഇറങ്ങണത്. ആ സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് കേട്ടോ. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സെമിനാരിലോട്ട് വരുന്നത്. അപ്പോൾ ഈ വിവരം ഞാൻ എൻ്റെ കോളേജിലും എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ്, എടാ ഇത് നിനക്ക് പറ്റണ കേസല്ല, വിട്ടുപിടിക്ക് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, തമാശ പറയണമെന്ന് വിചാരിച്ചേ. പക്ഷേ ഇങ്ങനെ അത് പോണെന്ന് ശരിക്കും പറഞ്ഞപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചെങ്കിലും ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് അവര് കുറെ പേര് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അവർ വിചാരിച്ച് നീ പോയിട്ട് കൂടി വന്ന ഒരു 2 വർഷം അത് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചിങ്ങാട് പോരും. കാരണം അമ്മാതിരി കുസൃതിയും ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പുതിയ സ്വപ്നമായിട്ട് ദൈവം എന്നെ വിളിച്ചെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. അന്ന് അപ്പന്റെ ഓട്ടോയിലാണ് ഞാൻ എൻ്റെ ലഗേജൊക്കെ ഇട്ട് ബെത്ലഹേം മൈനസെമിനാരിലോട്ട് വന്നത്. അങ്ങനെ വന്നു കയറിയത് ഇനി ഓർക്കണുള്ളു. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കണാണ്. 12 വർഷമൊക്കെ എങ്ങനെ പോകുന്നൊരു പിടുത്തവും ഇല്ല. അങ്ങനെ ആദ്യത്തെ വർഷം തൊട്ട് വളരെ മനോഹരമായിട്ട് എൻ്റെ സെമിനാരി ജീവിതമൊക്കെ പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഓരോ ഫോർമേഷനും കഴിഞ്ഞ് മുമ്പോട്ട് വന്നു. എൻ്റെ ഉടുപ്പ് കിട്ടിയ നോവിഷ്യേറ്റിന്റെ വർഷങ്ങളൊക്കെ സ്വപ്നമായിരുന്നു. ഒരു വർഷം മുഴുവനും ഈ ഉടുപ്പിടുന്നതിനെ പറ്റി സ്വപ്നം കണ്ടു നിന്ന ദിവസങ്ങളൊക്കെ അതിമനോഹരമായിരുന്നു. അങ്ങനെ ആ ദിവസം എന്താണ് ഈ കാപ്പിപ്പൊടി ഉടുപ്പൊക്കെ ഇട്ടതും വീട്ടുകാരോടൊത്തൊക്കെ ആദ്യം വീട്ടിലോട്ട് കയറി വന്നതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, ഫിലോസഫി പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചന് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയണത്. അത് ലങ് ക്യാൻസർ ആയിരുന്നു. അതിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ അപ്പച്ചൻ കടന്നു പോവായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ല, ആദ്യം ഞാൻ എൻ്റെ ഈ ദൈവവിളി വേണ്ടെന്ന് വെക്കാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു. വീട്ടിലെ സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് ഞാനൊരു മോനല്ലേ, എനിക്ക് കുടുംബം നോക്കേണ്ടതല്ലേ, അപ്പോ ഇങ്ങനെ എസ്കേപ്പ് ഇട്ട് പോകുന്നത് പോലെ ആയാലോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ അത് വേണ്ടെന്ന് വെച്ചതാണ്. ലൈഫിൽ കുടുംബത്തിലെല്ലാം ശരിയായി പോകുന്ന സമയത്താണ് ഞാൻ ഈ തീരുമാനം എടുത്തിട്ട് വരുന്നതും. ഇതിനിടയിൽ വെച്ചിട്ട് ഇങ്ങനെ അപ്പന്റെ ഈ ഒരു ക്യാൻസറിനെ പറ്റി കേട്ടപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നും ഡോക്ടർമാര് പറഞ്ഞ് ഇനി കൂടി വന്നാൽ 1 വർഷമൊക്കെ ഉള്ളൂ. ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. പെങ്ങള് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂര് വൈറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മയാണ് ഇതിനു വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കണേ. അപ്പോ എനിക്ക് സങ്കടമായി. കാരണം ഒരു മോൻ എന്നുള്ള രീതിയിൽ ഞാനല്ല എൻ്റെ അപ്പനെ നോക്കേണ്ടത്, എൻ്റെ കുടുംബത്തെ ഈ സമയത്ത് ഓടി നടന്ന് നോക്കേണ്ടത് ഞാനല്ലേ. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് കയറി വരാൻ തുടങ്ങി. ആ സമയത്ത് ശരിക്കും പറഞ്ഞ എൻ്റെ ദൈവവിളിയിലെ ചെറിയൊരു എന്നെ ചെറുതായിട്ടൊന്ന് തളർത്തിയ ദിവസങ്ങൾ അതൊക്കെയായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ പെങ്ങള് റിസൈൻ ചെയ്ത് വന്നു. എൻ്റെ അപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഓടിയായിരുന്നു. അവള് എന്നേക്കാളും നന്നായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തി. ഈ സമയത്തൊക്കെ എന്നെ ശക്തിപ്പെടുത്തിയത് എൻ്റെ ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ റെക്ടറച്ചനും എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. അങ്ങനെ അതിനിടയിൽ ഇടക്ക് അപ്പച്ചനെ കാണാൻ പോവായിരുന്നു. ഇടക്ക് അവസരം കിട്ടുമ്പോഴത്തേക്കും റെക്ടറച്ചൻ പോയി കണ്ടോളാൻ പറയുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ പോയപ്പോഴത്തേക്കും അപ്പച്ചന്റെ സൗണ്ടൊക്കെ പയ്യെ പോയി തുടങ്ങിയായിരുന്നു. അപ്പൊ ഫോൺ വിളിക്കുമ്പോഴൊന്നും കറക്റ്റായിട്ട് കേൾക്കില്ല. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും, ഞാൻ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അപ്പച്ചൻ വളരെ കുട്ടപ്പനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. കാരണം അപ്പച്ചന് പേടിയാണ് എന്റെ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് ഇവനെങ്ങാനും സെമിനാരിൽ നിന്ന് തിരിച്ചു വന്നാല. അപ്പോ അന്ന് ചെന്നപ്പോഴത്തേക്കും അപ്പച്ചന് ഇതുവരെ സംസാരിക്കാൻ പറ്റില്ല. ഞാനപ്പോ അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പച്ചൻ എന്ത് പറ്റി, സൗണ്ടൊക്കെ പയ്യെ പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൻ പറഞ്ഞ്, മോനെ എടാ എന്റെ സൗണ്ട് പോയാലെന്നാ, എടാ നിനക്ക് സൗണ്ട് ഇല്ലേ, നിനക്ക് ഈ ശബ്ദം ഇല്ലേ, നീ ഈ ശബ്ദം വെച്ചിട്ടുണ്ടല്ലോ ദൈവത്തെ പ്രഘോഷിക്കണം.
ഈ ശബ്ദം വെച്ചിട്ട് നീ ദൈവത്തെ പ്രഘോഷിക്കണം എന്ന് പറഞ്ഞത് ഇന്നും എൻ്റെ അപ്പച്ചൻ എനിക്ക് പകർന്നു നൽകിയ വലിയൊരു വെളിപാട് പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വളരെ ശക്തമായിട്ട് എൻ്റെതായ ഭാഷയിൽ ഞാൻ വചനം പ്രഘോഷിക്കുന്നത്. അങ്ങനെ അധികം ഒരു വർഷമൊന്നും നീങ്ങിയില്ല. ഡിസംബറിൽ 22-ാം തീയതി അപ്പച്ചൻ അങ്ങനെ സ്വർഗത്തിലോട്ട് യാത്രയാവാണ്. അങ്ങനെ ആ ഒരു വേർപാട് ദുഃഖത്തിൻ്റെതായിരുന്നു. എന്നാൽ എന്താ പറയുക, ഒരു ചങ്ക് പറിക്കുന്ന ഒരു വേദന തന്നെയായിരുന്നു. കാരണം അതിനുശേഷം എൻ്റെ അമ്മയും പെങ്ങളും വീട്ടിൽ ഒറ്റക്കാണേ. അടക്ക് കഴിഞ്ഞ് 2-ാമത്തെ ദിവസം ഞാൻ സെമിനാരിലോട്ട് തിരിച്ചു വന്ന് വീണ്ടും സെമിനാരിയിലെ കാര്യങ്ങളിൽ പിന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും എൻ്റെ അമ്മയും പെങ്ങളും പറഞ്ഞിട്ടില്ല തിരിച്ചു വന്നോന്ന്, നിന്നിവിടെ ആവശ്യമുണ്ടെന്ന്, അല്ലെങ്കിൽ നീ ഇതൊക്കെ നിന്നിവിടെ ആവശ്യമുള്ളതല്ല, നീ ഈ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്ന് ചോദിച്ചാൽ അവർ ഒരിക്കലും എന്നെ തളർത്തിയിട്ടില്ല, എന്നെ തിരിച്ചു വിളിച്ചിട്ടുമില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. നീ പറഞ്ഞതുപോലെ നീ ഈശോയുടെ കാര്യം നോക്കടാ, ഈശോ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളും എന്നുള്ള പ്രോത്സാഹനം വരുന്ന എൻ്റെ അമ്മ എനിക്ക് തന്നത്. അങ്ങനെയാണ് സെമിനാരിയിൽ മുന്നോട്ട് നീങ്ങവേ എനിക്കൊരു പ്രണയം ഉണ്ടാവണേ. പ്രണയം എന്ന് ഞാൻ പറയാറുള്ളത് ആർപിയോടുള്ള ഒരു പ്രണയം. റെറ്റിനിറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയുന്ന ഒരു വളരെ റെയർ ആയിട്ടുള്ളൊരു രോഗം അങ്ങനെ എൻ്റെ കണ്ണിൽ ഡയഗ്നോസ് ചെയ്ത് പയ്യെ കാഴ്ച ഇങ്ങനെ കുറയുന്ന ഒരു അസുഖമാണ്. അങ്ങനെ ഡോക്ടർമാരെ കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇനി പ്രത്യേകിച്ച് ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, ഇനി മുന്നോട്ട് അങ്ങനെ പോവുക എന്നുള്ള മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ദൈവം എന്നെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ഭുതകരമായിട്ട് അവിടുത്തെ കൈപിടിച്ച് എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഇത്ര നാൾ എന്നെ നടത്തി. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായത്തെ 4-ാം വാക്യമാണ് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ പോകുന്നതെങ്കിലും കർത്താവ് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. എന്നെ അന്ന് കൈപിടിച്ച് നടത്തിയത് എൻ്റെ കർത്താവാണെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അതെൻ്റെ കൂടെയുള്ള എൻ്റെ കപ്പൂച്ചിൻ സഹോദരങ്ങൾ കൂടിയുള്ളത് കൊണ്ടാണ്. ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോഴും എല്ലാ അച്ഛന്മാരും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എല്ലാ കൂട്ടുകാരും എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. അവരെന്നെ കൈപിടിച്ച് മുന്നോട്ട് നടത്തി. അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോയി, വർഷങ്ങൾ പോയി. ഇതാ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ബെത്ലഹേം ആശ്രമത്തിന്റെ അൽത്താരയുടെ മുന്നിലാണ്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്കൊന്നേ പറയാനുള്ളത്, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ കഴിഞ്ഞ നവംബർ 14-ാം തീയതി 2024 നവംബർ 14-ാം തീയതി തിരുപ്പട്ടം സ്വീകരിക്കുന്ന സമയത്ത് എൻ്റെ ഇൻവിറ്റേഷൻ കാർഡിലും എൻ്റെ താങ്ക്സ് കാർഡിലും ഞാൻ അടിച്ചിരിക്കുന്ന വാക്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 31-ാം വാക്യം. കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരു കഴുതയുടെ പുറത്ത് ഇരിക്കണ ഈശോയുടെ ഒരു ചിത്രമാണ്. അതെ, ഞാൻ കഴുതയാണ്, എൻ്റെ മുകളിൽ ഈശോ ഉണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ കുറവുകൾ എനിക്ക് ഒരു പ്രശ്നമല്ല. എനിക്ക് എന്ത് കുറവുണ്ടെങ്കിലും, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് രോഗങ്ങളുണ്ടെങ്കിലും എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചതെങ്കിൽ അവൻ എന്നെ കൈപിടിച്ച് നടത്തുമെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അത് തന്നെയാണ് ഇത്രനാളും സംഭവിച്ചതും. അന്ന് എൻ്റെ അപ്പ പറഞ്ഞ കാര്യമുണ്ടല്ലോ അല്ലേ, നീ ദൈവത്തിന് വേണ്ടിയിട്ട് സംസാരിക്കണം അല്ലേ, നിന്റെ സൗണ്ട് ആവശ്യമുണ്ട്. എൻ്റെ സൗണ്ട് പോയാലും കുഴപ്പമില്ല, നിന്റെ സൗണ്ട് സുവിശേഷം പ്രഘോഷിക്കാനുള്ളതാണ്. അന്ന് പറഞ്ഞത് ഒരു പ്രാർത്ഥനയായിട്ട് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും നിന്റെ നാവായി മാറാൻ അല്ലെ. അന്തോണി സൂന്യാളെ പറയുന്നത് ദൈവത്തിന്റെ നാവെന്നാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരെ പറയുന്നത് മൗത്ത് പീസ് ഓഫ് ഗോഡ് എന്നാണ്. അതുപോലെ ദൈവത്തിന്റെ നാവായി മാറാൻ, സുവിശേഷം പ്രഘോഷിക്കാൻ, മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കാൻ, അങ്ങേ പകർന്നു കൊടുക്കുവാനുള്ള ഒരു നാവായിട്ട് എന്നെ മാറ്റണമേ ഉള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഇനിയുള്ളൂ. ഉറപ്പാണ്, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എൻ്റെ കുറവുകൾക്കപ്പുറം, എൻ്റെ ബലഹീനതകൾക്കപ്പുറം കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. കർത്താവിന് നിങ്ങളെയും ആവശ്യമുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.